ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹോം മെയ്ഡ് ഷവർമയാണേ. എല്ലാവർക്കും ഷവർമ കഴിക്കാൻ ഇഷ്ടമല്ലേ? അപ്പോൾ ഞാൻ ഈ ഷവർമ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് കുറച്ച് മൈദമാവാണേ. മൈദമാവിലിട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായി വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുവാണേ. ഏകദേശം ഒരു ചപ്പാത്തി പരുവത്തിലൊക്കെ നന്നായിട്ട് കുഴച്ചെടുക്കുക. നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് അങ്ങനെ വെച്ചേക്കുക. അത് ഒന്നുകൂടെ നമ്മളൊന്ന് കൈവച്ചൊന്ന് ടച്ച് ചെയ്ത് നോക്കണം കേട്ടോ. കാരണം മൈദ ആയതുകൊണ്ട് കുറേ വെള്ളം വേണ്ടി വരും. കുറേ സമയം വെക്കുകയും ചെയ്യരുത്, കാരണം ഡ്രൈ ആയി പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിനൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടൊന്ന് നല്ല പ്രസ് ചെയ്ത് കൊടുക്കുവാണേ. ഗോതമ്പിന് നമ്മളിങ്ങനെ കുഴയ്ക്കുന്ന പോലെ പെട്ടെന്ന്, ഗോതമ്പിട്ട് കുഴയ്ക്കുന്ന പോലെ പെട്ടെന്നൊന്നും മൈദയിൽ നമുക്ക് കുഴച്ച് റെഡിയാക്കാൻ പറ്റത്തില്ല. നന്നായിട്ട് നമ്മൾ ശ്രമിച്ചാലേ ഉള്ളൂ നല്ല പരിവായി കിട്ടത്തുള്ളൂ. അത് ഞാനത് എന്തായാലും 3 എണ്ണമാക്കി ഉരുട്ടി ഇതേപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് പരത്താൻ വേണ്ടിയിട്ട് കുറച്ച് പൊടിയും കൂടി മാറ്റി വെച്ചേ. ഏകദേശം ഒരു 1/2 കിലോത്തോളം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ വാങ്ങിച്ച ചിക്കനിൽ നിന്ന് കുറച്ച് മീറ്റുള്ള പോർഷൻ ഞാൻ മാറ്റി വെച്ചതാണേ. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാല, അതുപോലെ കുറച്ച് ചിക്കൻ പൗഡർ, കുറച്ച് കുരുമുളക് പൗഡർ. ഇതെല്ലാം എൻ്റെ കൈയളവാണേ. പിന്നെ കുറച്ച് വിനീഗറും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി പിടിപ്പിച്ചു. നമ്മൾ നന്നായിട്ട് ഇളക്കി പിടിപ്പിക്കണം കേട്ടോ. എന്നാലാണ് നല്ല ടേസ്റ്റ് വരത്തുള്ളൂ. ചിക്കൻ്റെ ഉള്ളിലോട്ട് ഈ മസാലകളെല്ലാം ചേർക്കണം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് നേരം ഞാൻ റെസ്റ്റിന് വയ്ക്കുവാണ്. ഒരു 10-20 മിനിറ്റ് നമുക്കത് മാറ്റി വയ്ക്കാം. അപ്പം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. മൈദ ആയതുകൊണ്ട് കുറച്ചുകൂടെ വേവ് കൂടുതലാണ്. അപ്പം ഞാൻ 3 എണ്ണം ചുട്ടെടുത്ത് കഴിഞ്ഞാൽ കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണേ ചേർത്ത് കൊടുത്തേ. അതിലേക്ക് നമ്മുടെ ചിക്കൻ പീസസ് എല്ലാം പറക്കി വയ്ക്കുക. നന്നായിട്ട് മാരിനേറ്റായി എല്ലാ മസാലകളും അതിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ കളർ ഉള്ള ചിക്കൻ ഷവർമയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് കളറില്ലാത്ത വൈറ്റ് കളറാണ് വേണ്ടതെങ്കിൽ കുരുമുളക് പൊടി ഉപ്പും മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഷവർമയ്ക്ക് വേണ്ടി കുറച്ച് മീറ്റിന് വേണ്ടി മാത്രമല്ല, കുറച്ച് അല്ലാണ്ട് ഞാൻ ചിക്കൻ ഫ്രൈയും കൂടി ആക്കാൻ വേണ്ടിയിട്ട് 2-3 കഷ്ണം കൂടി കൂടുതൽ വറുത്തെടുക്കുവാന്നേ. അപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം അതൊന്ന് തണുപ്പിക്കാൻ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞു കൊടുക്കണേ. ആ സമയത്ത് നമുക്ക് അതിനകത്തുള്ള എല്ലൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാവേ. നമുക്കുള്ള മീറ്റ് മാത്രം മതി അതിനകത്തുള്ള. അപ്പം ഞാൻ അരിഞ്ഞ് കഴിഞ്ഞു കേട്ടോ. ഞാൻ ഏകദേശം ഒരു 3 ഷവർമയ്ക്കുള്ള മീറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. ബാക്കി ഞാൻ ചിക്കൻ ഫ്രൈ ആയിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, തക്കാളി, നിങ്ങൾക്ക് വേറെ ക്യാബേജോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെജിറ്റബിളും കൂടി ഇതിനകത്ത് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. എനിക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള തക്കാളിയും ക്യാരറ്റും മാത്രമായിരുന്നു. അതിലേക്ക് നമുക്ക് ഈ ചിക്കൻ ഞാൻ അതിലേക്ക് കുറച്ച് ടൊമാറ്റോ കച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തേ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. ഒരു 2 ടീസ്പൂൺ മയോണീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുവാണേ. എന്നിട്ട് നന്നായി അതും കൂടി ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദയുടെ ആ ഒരു ചപ്പാത്തിയിലേക്ക് നമുക്കത് ഈ ഫില്ലിങ്സും കൂടി വെച്ച് കൊടുക്കാം.
ഞാൻ കുറച്ച് കച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് റോൾ ചെയ്യുക. ഒരു പാൻ വെച്ചിട്ട് അത് നന്നായി ചൂടാവുമ്പോൾ ഈ ഷവർമ റോളും കൂടി അതിനകത്തോട്ട് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഞാൻ 3 പ്രസ് ചെയ്ത് ഇതുപോലെ വെച്ച് കൊടുത്തു കേട്ടോ. 2 വശം ഇതുപോലെ നന്നായി വേവിച്ച് എടുക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.